നമസ്തേ. ഒരു ക്ഷേത്ര നഗരം, ലക്ഷക്കണക്കിന് ഭക്തർ വർഷം തോറും സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രം. അവിടെ നൂറുകണക്കിന് സ്ത്രീകളെ കൊലപ്പെടുത്തി രഹസ്യമായി കുഴിച്ചുമൂടിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. രാജ്യത്തെ നടുക്കിയ ആ ആരോപണം അന്വേഷണം ആരംഭിച്ചു. മണ്ണ് നീക്കി പരിശോധന നടത്തി. മാധ്യമങ്ങൾ ദിവസങ്ങളോളം ഈ വാർത്ത ചർച്ച ചെയ്തു. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ നടത്തിയ വ്യക്തി തന്നെ പറയുന്നത് മറ്റൊരു സ്ഫോടനാത്മക കഥയാണ്. തന്നെ ഉപയോഗിച്ച് ഒരു വലിയ ഗൂഢാലോചന നടത്താൻ ശ്രമിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസുമായി ബന്ധപ്പെട്ട് നടൻ പ്രകാശ് രാജിനും സാമൂഹ്യ പ്രവർത്തകരായ മഹേഷ് ഷെട്ടി തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയവർക്കെതിരെയുമാണ് ആരോപണവുമായി പ്രതി ചിന്നയ്യ രംഗത്ത് വന്നിരിക്കുന്നത്. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ നിർബന്ധിച്ചെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നത്. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട 100-ൽ പരം സ്ത്രീകളുടെ മൃതദേഹം താൻ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യയുടെ ആരോപണം. ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണു നീക്കി പരിശോധന നടത്തി. എന്നാൽ വ്യാജ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ പ്രതിയാക്കി കർണാടക സ്പെഷ്യൽ അന്വേഷണ സംഘം കേസെടുക്കുകയായിരുന്നു. പ്രകാശ് രാജ്, മഹേഷ് ഷെട്ടി തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ, യൂട്യൂബർ സമീർ തുടങ്ങിയവർ ധർമ്മസ്ഥല ക്ഷേത്രം ധർമാധികാരികൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു വെളിപ്പെടുത്തലെന്നാണ് ചിന്നയ്യ ഹർജിയിൽ ആരോപിക്കുന്നത്. ഇവരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു തന്റെ ഓരോ നീക്കവും. ഗൂഢാലോചന വിജയിച്ചാൽ 50 ലക്ഷം രൂപ നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്തു. തമിഴ്നാട്ടുകാരനായ തന്നോട് പ്രകാശ് രാജ് തമിഴിൽ സംസാരിച്ച് നിർദ്ദേശം നൽകിയെന്നും ചിന്നയ്യ ആരോപിക്കുന്നു. ഹർജിയിൽ പ്രകാശ് രാജ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കാൻ മാറ്റി. അതേസമയം ഇവാഞ്ചലിസ്റ്റ് മതപരിവർത്തന മാഫിയകളുടെ ഏജന്റാണ് ഈ പ്രകാശ് രാജ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒന്നോർത്തു നോക്കൂ, എന്തൊക്കെ ബഹളമായിരുന്നു കുറച്ചുനാൾ മുമ്പ് ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തെക്കുറിച്ച് ഇവറ്റകൾ ഉണ്ടാക്കിയത്. പെൺകുട്ടികളെ നൂറുകണക്കിനെന്നോണം തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരകളാക്കി കുഴിച്ചുമൂടി എന്നുവരെ പ്രകാശ് രാജ് മീഡിയയിൽ വന്ന് ഛർദ്ദിച്ചു വെച്ചു. പ്രകാശ് രാജൊക്കെ ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള മതമാറ്റ ലോബികളുടെ വക്താവാണ് എന്ന് വ്യക്തമാണ്. ഇവനൊക്കെ സംഘപരിവാറിനെതിരെ എന്ന് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിനെതിരെയാണ്. ഇസ്ലാമിക ജിഹാദികളുടെ പാദസേവ ചെയ്യുന്നവനാണ് പ്രകാശ് രാജ്. ഇയാളുടെ ഓരോ ചിലക്കിലും ജിഹാദികൾക്ക് വേണ്ടി മാത്രമാണ്. അത് ഏറ്റുപിടിക്കുന്നത് ഇവിടുത്തെ സുഡാപ്പികളും കമ്മികളും. അവർക്ക് എച്ചിൽ ജിഹാദി വകയാണല്ലോ. കേരളത്തിൽ മാധ്യമങ്ങൾ വാർത്തകളായും ചർച്ചകളായും ആഘോഷിച്ച കഴിഞ്ഞ വർഷത്തെ വലിയ വിഷയം, അതിന്റെ പിന്നിൽ നിരീശ്വരവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുകയും മോദിക്കെതിരെ എന്തെങ്കിലും ഇയാൾ പറഞ്ഞാൽ വലിയ സംഭവം എന്ന രീതിയിൽ പ്രചരിപ്പിച്ചിരുന്ന മലയാള മാധ്യമങ്ങളും പുരോഗമനക്കാരും മതേതരും പ്രകാശ് രാജിനെയൊക്കെ ജനം തെരഞ്ഞെടുപ്പിൽ പോലും തള്ളിക്കളഞ്ഞാലും മഹാന്മാരാക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെയാണ്. മതം മാറ്റ ലോബിയുടെ വലിയ ഫണ്ടിങ് ഉണ്ടാവണമെന്നല്ലാതെ മറ്റെന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവനെയൊക്കെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ചുമന്ന് നടക്കുന്നത്. BJP എതിർക്കാൻ ഇത്തരം രാജ്യദ്രോഹികളെ കൂട്ടുപിടിക്കുന്നവർക്കുള്ള ഗുണപാഠമാണ് പ്രകാശ് രാജ്. പിന്നെ ഇങ്ങനെ ഒരു ആരോപണം വന്നതിന് ശേഷം മുറവിളി കൂട്ടുന്ന കമ്മി കൊങ്ങികളോട് ഒന്നേ പറയാനുള്ളൂ, ഈ കേസ് കർണാടക പോലീസാണ് അന്വേഷിക്കുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എന്തെല്ലാം കുതന്ത്രങ്ങളാണ് BJPക്കെതിരെ എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മറ്റും പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് അല്ലാതെയുമൊക്കെ പയറ്റുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് നരേന്ദ്രമോദിയും BJPയും അജയ്യരായി നിലകൊള്ളുന്നു? കാരണം ഒന്നേ ഉള്ളൂ, നരേന്ദ്രമോദി എന്ന നേതാവ് ധർമ്മത്തിൽ ഊന്നി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കർമ്മയോഗിയാണ്. അതെ, മാതൃരാജ്യത്തിന് വേണ്ടി സേവനത്തിനായി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച ധർമ്മിഷ്ഠനായ കർമ്മയോഗിയാണ് നരേന്ദ്രമോദി എന്ന അതികായൻ. അദ്ദേഹത്തിന്റെ മുൻപിൽ വെറും ഈയാമ്പാറ്റകളാണ് നടൻ പ്രകാശ് രാജ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ, സത്യങ്ങൾ പുറത്തു വരട്ടെ. അതേസമയം കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ധർമ്മസ്ഥല. പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഈ കേന്ദ്രം വിശ്വാസത്തിന്റെയും സേവന പ്രവർത്തനങ്ങളുടെയും പേരിൽ രാജ്യമൊട്ടാകെ അറിയപ്പെടുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്തിന്റെ പേരിനൊപ്പം ഒരു ഭീകര ആരോപണമാണ് ഉയർന്നു വന്നത്. അത് രാജ്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചു. ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ എന്ന വ്യക്തിയാണ് ആദ്യമായി ഈ വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. തന്റെ ജോലിക്കാലത്ത് നിരവധി സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചുവെന്നാണ് അദ്ദേഹം അന്ന് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് അവകാശപ്പെട്ടത്. അത് ഒരു മൃതദേഹമോ രണ്ടോ അല്ല, 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ രാജ്യമൊട്ടാകെ വലിയ ചർച്ച ആരംഭിച്ചു. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ചർച്ച ചെയ്തത്. ചിലർ ഉടൻ സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. മറ്റു ചിലരാകട്ടെ തെളിവുകൾ വേണമെന്ന നിലപാടിലായിരുന്നു. വിവാദം ശക്തമായതോടെ പ്രത്യേക അന്വേഷണ സംഘം രംഗത്തെത്തി. ചിന്നയ്യ പറഞ്ഞ സ്ഥലങ്ങളിൽ പരിശോധന നടന്നു. ഭൂമി കുഴിച്ചു നോക്കി.
ഫോറൻസിക് പരിശോധനകൾ നടത്തി. വിവിധ സാക്ഷികളെയൊക്കെ ചോദ്യം ചെയ്തു. രാജ്യത്തിന്റെ ശ്രദ്ധ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. എന്നാൽ പിന്നീട് അന്വേഷണ സംഘം മറ്റൊരു നിഗമനത്തിലെത്തി. ചിന്നയുടെ ആരോപണങ്ങൾക്ക് ആവശ്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. അതിനുശേഷം സംഭവിച്ചതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ പിന്നീട് കേസിൽ പ്രതിയായി. വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അവിടെ നിന്നാണ് കഥ പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്നത്. ഇപ്പോൾ ചിന്നയ്യ പറയുന്നത് താൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചില്ല എന്നാണ്. ഇതോടെ കേസ് വീണ്ടും ദേശീയ വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇതൊരു സാധാരണ ക്രിമിനൽ കേസ് മാത്രമല്ല. ഇവിടെ 3 വ്യത്യസ്ത ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഒന്നാമത്, ആദ്യ വെളിപ്പെടുത്തലിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നോ? രണ്ടാമതായിട്ട്, അത് പൂർണ്ണമായും വ്യാജമായിരുന്നോ? മൂന്നാമത്, ചിന്നയ്യ ഇപ്പോൾ ഉന്നയിക്കുന്ന ഗൂഢാലോചന ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരമറിയാൻ കോടതി നടപടികളും അന്വേഷണം പൂർത്തിയാകണം. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആദ്യ ആരോപണമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗൂഢാലോചന ആരോപണമോ ഏതാണ് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത്? കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.